അഖിലേഷിനെ നോക്കിയേക്ക് ആവണിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. സർവവും മറന്ന് അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അഖിലേഷ് ആവണിയെ തന്റെ മാറോടി ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഇതെല്ലാം കണ്ട് പുറത്ത് മറ്റൊരാൾ നിൽക്കുന്നത് ഇരുവരും അറിഞ്ഞിരുന്നില്ല. സുധീഷിന്റെ അച്ഛൻ സുരേന്ദ്രനായിരുന്നത്. ഭാര്യയ്ക്ക് വേണ്ട ഡ്രസ്സുകൾ എടുക്കാൻ ഹോസ്പിറ്റലിൽ നിന്നും വന്നതായിരുന്നു അദ്ദേഹം. വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയം ആവണിയെ അന്യപുരുഷനോടൊപ്പം അത്തരമൊരു സാഹചര്യത്തിൽ കണ്ടത് ആ പിതൃഹൃദയം വല്ലാതെ വേദനിച്ചു. ആവണിയോട് അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്ന സ്നേഹം വെറുപ്പായി മാറി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ സുരേന്ദ്രൻ സ്തംഭിച്ചു നിന്നു. തളർച്ചയോടെ അയാൾ സിറ്റ് ഔട്ടിൽ നിന്ന് ചാരുകസേരയിലേക്ക് ഇരുന്നു. ഹാളിൽ നിന്ന് വരുന്ന ആവണിയുടെ തേങ്ങൽ അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. അഖിലേഷ് ആവണിയുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു. പതിയെ അവൻ തന്റെ ചുണ്ടുകൾ അവളുടെ ചുവപ്പ് കലർന്ന സീമന്തരേഖയിലേക്ക് അടുപ്പിച്ചു. അപ്പോഴാണ് ഒരു ഞെട്ടലോടെ ആവണി അഖിലേഷിൽ നിന്ന് അകന്നു മാറിയത്. ഹരിതേട്ട, ഞാനിപ്പോ മറ്റൊരാളുടെ ഭാര്യയാണ്. ഏട്ടന്റെ പഴയ ആവണിയല്ല ഞാൻ. പെട്ടെന്ന് കൺമുമ്പിൽ അപ്രതീക്ഷിതമായിട്ട് അഖിലേഷിനെ കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ പഴയ ആവണിയിലേക്ക് പോയി. അവളുടെ വാക്കുകൾ അവന്റെ ഹൃദയത്തെ കീഴ്മുറിച്ചുകൊണ്ട് കടന്നുപോയി. ആവണി, അവൻ വാക്കുകൾ കിട്ടാതെ പതറി. അഖിലേഷും ആവണിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിശബ്ദം നിന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. ആവണി അപ്പോഴും പൊട്ടിക്കരയുകയായിരുന്നു. കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നിട്ടും അവളെ തന്നെ മാറോടക്കി ആ നെറുകിൽ തലോടിയൊന്ന് സമാധാനിപ്പിക്കാൻ കഴിയാത്തതിൽ അവൻ അതിയായ വിഷമം തോന്നി. തന്റെ മുമ്പിൽ നിന്ന് നെഞ്ചു പൊട്ടിക്കരയുന്ന ആവണിയെ നിസ്സഹായത്തോടെ അവൻ നോക്കി നിന്നു. ആവണിപ്പോ മറ്റൊരാളുടെ ഭാര്യയാണ്. താനിപ്പോ അവൾക്ക് അന്യപുരുഷനാണ്. അഖിലേഷ് തന്റെ മനസ്സിനെ അടക്കി നിർത്താൻ ശ്രമിച്ചു. അവന്റെ നോട്ടം അവളുടെ കഴുത്തിലെ താലിയിലുടക്കി. അല്പനേരം അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. അഖിലേഷ് ഏട്ടനെന്താ പെട്ടെന്ന് ഇവിടെ? എന്നെ കാണാമെന്നാണോ? അവർക്കിടയിലെ മൗനത്തിന് വിരാമം വിട്ടുകൊണ്ട് ആവണി ചോദിച്ചു. അപ്പോഴാണ് അഖിലേഷ് വന്ന കാര്യത്തെപ്പറ്റി ഓർത്തത്. ഇന്നത് എനിക്ക് ജോലി ജോയിൻ ചെയ്യേണ്ട ദിവസം. എന്നെ പോലീസ് യൂണിഫോമിൽ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് നീയല്ലേ? ഇതുവഴി പോയപ്പോൾ ഇവിളിറങ്ങി നിന്നെയും സുധീഷിനെ കൂടി കണ്ടിട്ട് പോവാന്ന് കരുതി. അഖിലേഷ് ഏട്ടനെ പോലീസ് യൂണിഫോമിൽ കാണാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ ഇത്ര ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ കാണാൻ ആഗ്രഹിച്ചത്. ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമല്ലോ ആവണി. ഇനിയും എന്നെ ഓർത്ത് നിന്റെ ജീവിതം പാഴാക്കി കളയരുത്. ഞാൻ മനഃപൂർവ്വം ഏട്ടനെ ചതിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല ആവണി, നിന്നെ പറ്റി മോശമായിട്ട് ചിന്തിക്കാൻ എനിക്ക് കഴിയും. പക്ഷെ എനിക്കൊരു സത്യം അറിയണം. അതറിയാൻ കൂടി വേണ്ടിയാ ഞാൻ വന്നത്. എന്ത് സത്യം? ആകാംക്ഷയോടെ ആവണി അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്തായിരുന്നു നീ അമ്മയും തമ്മിൽ വഴക്കിടാനുള്ള കാരണം? എല്ലാം ഞാൻ പറയും. എല്ലാം ആരോടെങ്കിലും തുറന്നു പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. പറയാവണി, ഞാൻ ട്രെയിനിങ്ങിന് പോയ ശേഷമാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. അതുകൊണ്ട് എല്ലാം വിശദമായിട്ട് തന്നെ എനിക്കറിയണം. ആവണിയുടെ ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു. അഖിലേഷ് ഏട്ടൻ അറിയാലോ അമ്മയ്ക്ക് എന്നുള്ള പെരുമാറ്റം എങ്ങനെയാണെന്ന്. സാധാരണ ഒരു അമ്മക്ക് മകളോടുള്ള വൈകാരികമായ ഒരു അടുപ്പം പോലും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്ന് അറിയാലോ. ഞാൻ +2 പഠിക്കുമ്പോഴായിരുന്നു അമ്മൂമ്മയുടെ മരണം. കളിതമാശകൾ പറയാനും വിഷമങ്ങൾ പറയാനും കുറുമ്പ് കാണിക്കാനും എനിക്ക് കൂട്ടായിട്ട് ആകെ ഉണ്ടായിരുന്നത് അമ്മൂമ്മ മാത്രമായിരുന്നു. പിന്നെ കോളേജ് ജീവിതത്തിലേക്ക് കടന്ന ശേഷമാണ് അഖില വഴി ഞാൻ അഖിലേഷ് ഏട്ടനെ പരിചയപ്പെടുന്നത്. അക്കാര്യങ്ങളൊക്കെ ഏട്ടൻ അറിയാവുന്നല്ലേ. ഏട്ടൻ ട്രെയിനിങ്ങിന് പോയ ശേഷമാണ് പ്രശ്നങ്ങളൊക്കെ തുടക്കം. അമ്മ പഴയതുപോലെ ബിസിനസ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. ഞാൻ ഡിഗ്രി റിസൾട്ട് വെയിറ്റ് ചെയ്ത് വീട്ടിൽ ഒതുങ്ങിക്കൂടി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം വീട്ടിൽ അമ്മയില്ലാത്ത സമയം നോക്കി അച്ഛമ്മേനെ കാണാനായിട്ട് വന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് കാണാൻ പോകുന്നത് പതിവായി. എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഞാൻ വിവാഹം കഴിഞ്ഞു പോയാലും അമ്മ തനിച്ചാവിൽ എനിക്ക് തോന്നി. അതുകൊണ്ട് അച്ഛമ്മയെ അമ്മയെ ഒരുമിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അച്ഛനെ എന്നെയും അച്ഛമ്മയിൽ നിന്ന് അമ്മയാണ് അകറ്റിയതെന്നും എന്നിരുന്നാലും അമ്മയോട് അച്ഛമ്മക്ക് ദേഷ്യമില്ലെന്ന് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി. എന്തിനായിരുന്നു അമ്മ എന്നെ അച്ഛമ്മയിൽ നിന്ന് അകറ്റിയെന്ന് ചോദിച്ചപ്പോൾ അച്ഛമ്മ രഹസ്യനോട് പറഞ്ഞു. ഒരിക്കലും ഞാൻ അക്കാര്യം അറിയരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് അമ്മ അവരോട് അടുപ്പം വെക്കാൻ സമ്മതിക്കാതിരുന്നെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആവണി ആ രഹസ്യം? ആകാംക്ഷയോട് അഖിലേഷ് ചോദിച്ചു. അതേസമയം ആവണി പറയുന്ന കേട്ടുകൊണ്ട് സിറ്റൗട്ടിൽ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ആ രഹസ്യം എന്താണെന്ന് അറിയാനായി അദ്ദേഹം കാതോർത്തിരുന്നു. അച്ഛമ്മ പറഞ്ഞത് അമ്മ എന്റെ സ്വന്തം അമ്മയില്ലെന്നാണ്. എന്ത്? അഖിലേഷ് ഞെട്ടിത്തെറിച്ച്. സുരേന്ദ്രൻ അതുകൊണ്ട് ഞെട്ടിപ്പോയി. സത്യമാണ് ഏട്ടാ, അത്രയും നാൾ എന്റെ മനസ്സിൽ ഉത്തരം കിട്ടാതെ കിടന്നിരുന്ന ചോദ്യമായിരുന്നു. എന്തിനാണ് അമ്മയ്ക്ക് എന്നോട് ഇത്ര അകൽ ചെയ്യുന്നത്? അച്ഛമ്മയിൽ നിന്ന് ആ സത്യം അറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ അത്ര നാൾ ഞാൻ എന്നോട് തന്നെ 1000 തവണ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയായിരുന്നു. എന്റെ അമ്മക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയില്ലെന്ന സത്യം വൈകിയാണ് അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞത്. സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞ് വേണമെന്നത് അച്ഛന്റെ ആഗ്രഹമായിരുന്നു. അതിന്റെ പേരിൽ അമ്മയെ ഉപേക്ഷിച്ചു പോകാനൊന്നും അച്ഛൻ നിന്നില്ല. പകരം ഒരു വാടക ഗർഭപാത്രം തരപ്പെടുത്തി അച്ഛന്റെ ബീജം മറ്റൊരു സ്ത്രീയുടെ ഉദരത്തിൽ ജനിപ്പിച്ച് വലിയൊരു തുക പാരിതോഷികമായി കൈപ്പറ്റിക്കൊണ്ട് അവരെ അച്ഛനും അമ്മയ്ക്ക് എന്നെ പ്രസവിച്ച് നൽകി. ഇക്കാര്യം ആകെ അറിയാവുന്ന അച്ഛനും അമ്മക്കും അച്ഛൻ്റെ അമ്മയുടെ വീട്ടുകാർക്കുമാണ്. അച്ഛനും അമ്മയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. പിന്നെ സത്യം അറിയുന്നത് അച്ഛമ്മക്കും വീട്ടുകാർക്ക് മാത്രം. അതുകൊണ്ട് അവരെ അമ്മ അകറ്റി നിർത്തി. സ്വന്തം മകളല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് എന്നോട് എന്നും ഒരകലമുണ്ടായിരുന്നു. അന്ന് ഇന്നും അമ്മയ്ക്കിഷ്ടം അച്ഛന് മാത്രമാണ്. ഒരു കടമ പോലെ എൻ്റെ കാര്യങ്ങൾ ചെയ്തു പോന്നു. ഒരു ദിവസം അമ്മ കണ്ടുപിടിച്ചു ഞാൻ അച്ഛമ്മയായിട്ട് സ്നേഹത്തിലായത്. അതിൻ്റെ പേരിൽ ഞങ്ങൾ കുറേ വഴക്കിട്ടു. ഞാൻ അമ്മയോട് അച്ഛമ്മ പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തി. സത്യം ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇത്ര നാൾ എന്നോട് അകലം പാലിച്ച് സ്നേഹം കാണിക്കാതിരുന്നു സ്വന്തം മകളല്ലാത്തതുകൊണ്ടല്ലെന്ന് ഞാൻ ചോദിച്ചു.
അമ്മ എന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല. നേരെ മുറിയിൽ കയറി കഥ കടച്ച്. പിന്നെയുള്ള ദിവസങ്ങൾ എന്നോടൊന്നും മിണ്ടുക പോലും ചെയ്തില്ല. എനിക്കും അമ്മയോട് ദേഷ്യമായി. ഞാൻ പോയി അച്ഛമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഗണേശൻ കൊച്ചച്ഛന്റെ ഭാര്യയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യെന്ന് അച്ഛമ്മ കൂടെ കൂടെ പറയുമായിരുന്നു. പിന്നെ ഞാൻ അഖിലേഷേട്ടനോടൊപ്പം വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ അമ്മക്ക് കൂട്ടായി അച്ഛമ്മ ഉണ്ടാവില്ലെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാ ഞാൻ അച്ഛമ്മയെ വീട്ടിൽ കൊണ്ടുവന്നു. പതിയെ അമ്മയുടെ ദേഷ്യമൊക്കെ മാറ്റിയെടുക്കാന്ന് കരുതി. എന്നെ പ്രസവിച്ചില്ലെങ്കിലും എന്നെ നോക്കി വളർത്തി ഇത്രയാക്കിയത് അമ്മയല്ലേ. അതുകൊണ്ട് എനിക്ക് അമ്മയോട് അപ്പം തോന്നിയ ദേഷ്യമൊക്കെ മാറി. അമ്മയോട് പോയി സോറി പറഞ്ഞ് ഞാൻ മിണ്ടാൻ ശ്രമിച്ചെങ്കിലും അമ്മ മിണ്ടിയില്ല. അച്ഛമ്മയെ കൊണ്ടുവരികയും കൂടി ചെയ്തപ്പോൾ എന്നോട് അമ്മക്ക് വെറുപ്പായി. എനിക്ക് മുഖം തരാതെ ഒഴിഞ്ഞു മാറി നടക്കാൻ തുടങ്ങി. അതോടെ ഞാൻ ധർമ്മസങ്കടത്തിലായി. അച്ഛമ്മ മാത്രമായിരുന്നു ആകെയുള്ള ഒരാശ്വാസം. അങ്ങനെ ഇരിക്കുകയാണ് പതിയെ സ്നേഹം ഭാവിച്ച് കൊച്ചച്ഛൻ അടുത്തുകൂടിയത്. എന്നോട് ചോദിക്കാതെ സുധീഷിന്റെ ആലോചനയും കൊണ്ട് ഒരു ദിവസം കൊച്ചച്ഛൻ വന്നപ്പോഴാണ് ഞാൻ അഖിലേഷേട്ടന്റെ കാര്യം പറയുന്നത്. കൊച്ചച്ഛൻ കൊണ്ടുവന്ന ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അമ്മയെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്റെ ഫോൺ തള്ളിപ്പൊട്ടിച്ച് കളഞ്ഞു. ഞാൻ ഇങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാതിരിക്കാനായി വീട്ടു തടങ്കിൽ വെച്ച്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കൊച്ചച്ഛൻ സ്നേഹം ഭാവിച്ച് അടുത്തുകൂടി വെച്ച് ചതിക്കാനായിരുന്നു എന്ന് സത്യം അറിഞ്ഞപ്പോഴേക്കും ഏറെ വൈകിപ്പോയി. എന്റെ അച്ഛനെ പോലെയാണ് ഞാൻ കൊച്ചച്ഛനെ കണ്ടത്. പക്ഷെ 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അയാൾ എന്നെ വിൽക്കുകയായിരുന്നു. അമ്മ പോലും ഒന്നിലും ഇടപെടാൻ വന്നില്ല. സുധീഷയുടെ പെണ്ണാണ് വന്നപ്പോൾ വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്ന് ഞാൻ പറഞ്ഞു. മറ്റൊരാളായിട്ട് ഞാൻ സ്നേഹത്തിലാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചു. ദൈവം പോലെ എന്നെ കൈവിട്ടു. വിവാഹ മണ്ഡപത്തിലിരിക്കുമ്പോഴും എന്റെ പ്രതീക്ഷ മുഴുവൻ സുധീഷേട്ടനിലായിരുന്നു. പക്ഷെ കാര്യങ്ങൾ എന്റെ കൈവിട്ടുപോയി. തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ ആവണി അഖിലേഷിനോട് പറഞ്ഞു. സുധീയുടെ അമ്മയുടെ അസുഖവും സുധീഷ് വിവാഹത്തിൽ നിന്നും പിന്തിരിയാത്തതിന്റെ കാരണമെല്ലാം അവളവനെ അറിയിച്ചു. എല്ലാം കേട്ടുകൊണ്ട് നിശബ്ദനായി അഖിലേഷ് ഇരുന്നു. അന്ന് റിസപ്ഷൻ വന്നപ്പോൾ നിന്റെ ഇടതയിലും മുറിയാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നിന്റെ നിസ്സഹായാവസ്ഥ. പിന്നെ സുധീഷും കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാ നിന്നോട് അന്നങ്ങനെ ദേഷ്യം വായിച്ച് നിന്ന്. എന്തെങ്കിലും നിന്റെ വായിൽ നിന്ന് സത്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു. അന്ന് അമ്മയെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പോലും നിന്നെ കുറ്റപ്പെടുത്തിയതല്ലാതെ ഇക്കാര്യങ്ങളൊന്നും നിന്റെ അമ്മയോട് പറഞ്ഞിരുന്നില്ല. അവന് നീ ഇത്രയേറെ വിഷമങ്ങൾ ഉള്ളിലിറക്കാൻ കഴിയുമെന്ന് അറിഞ്ഞില്ല. നീ ഇപ്പൊ അനുഭവിക്കുന്ന വേദന ആരെക്കാളും എനിക്ക് മനസ്സിലാവും. എന്തായാലും നീ എനിക്ക് വേണ്ടിയല്ലേ ഇത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചത്. ഒരു ഭർത്താവിന്റെ സ്നേഹം തരാൻ സുരിക്കാൻ കഴിയില്ല. നിന്റെ വേദന മനസ്സിലാക്കി അവൻ പോലും ഒപ്പം നിൽക്കുന്നില്ല. അതുകൊണ്ട് ഇനിയും നിന്റെ വേദനയാണ് എനിക്ക് വയ്യ. ഇപ്പോഴും നിന്നെ എനിക്ക് ഇഷ്ടമാണ് ആവണി. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. നമ്മൾ സ്വപ്നം കണ്ട ജീവിതം നമുക്ക് ജീവിക്കാം. ഇനി ഒരിക്കലും നിനക്ക് കരയേണ്ടി വരില്ല ആവണി. ഞാൻ വിളിച്ച നീ എൻ്റെ ഒപ്പം വരില്ലേ? അഖിലേഷിന്റെ ചോദ്യം കേട്ട് ആവണി ശക്തമായി നടുങ്ങി. അവിടെ മറുപടി എന്തെന്നറിയാനായി അവൻ കാതോർത്തു. ഇല്ല അഖിലേഷേട്ടാ, ഞാൻ വരില്ല. അങ്ങനെ ഞാൻ വന്ന സമൂഹം എന്നെ ചീത്ത പെണ്ണായിട്ട് മുദ്രവെത്തു. സുധീഷിന്റെ അമ്മയുടെ ചതി മനസ്സിലാക്കിയപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇവിടെ ഇറങ്ങിപ്പോരാനും ഉണ്ടായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അഖിലേഷേട്ടനോടൊപ്പം ജീവിക്കണമെന്നും മനസ്സിൽ തോന്നിയതായിരുന്നു. എന്നാൽ സുധീഷേട്ടന്റെ അച്ഛനിൽ നിന്ന് അമ്മയുടെ അസുഖത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ ഞാൻ തളർന്നുപോയി. പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ അന്ന് ഞാൻ അമ്മയെപ്പറ്റി മോശമായിട്ട് അച്ഛനോട് സംസാരിച്ചു പോയി. പിന്നീട് ഓർത്തപ്പോൾ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി. അവർ കാരണം എന്റെ ജീവിതം നശിച്ചു പോയത്. ആ ദേഷ്യത്തിൽ അന്ന് അങ്ങനെ പറഞ്ഞു പോയതിലിരിക്കുന്ന ഒരുപാട് വിഷമമുണ്ട്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സംഭവിച്ചതെല്ലാം എന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കുകയാണ് ഞാനിപ്പോൾ. സുധീഷേട്ടനെ സ്നേഹിക്കുന്നില്ലെങ്കിലും എന്നോട് ചെയ്തു പോയ കാര്യങ്ങളോർത്ത് ഇന്നൊരുപാട് കുറ്റബോധമുണ്ട് അദ്ദേഹത്തിന്. എന്റെ ജീവിതം ദൈവം തീരുമാനിച്ചത് ഇങ്ങനെയാണ്. ഒരു രണ്ടാം കെട്ടുകാരെ ഏട്ടന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരില്ല. അവണി, അഖിലേഷ് വേദനയോടെ വിളിച്ചു. ഈ ജന്മം ഏട്ടന് മറക്കാൻ എനിക്ക് കഴിയില്ല. എന്നൊരു നോവായി ഈ മുഖന്റെ മനസ്സിലുണ്ടാവും. നല്ലൊരു കുടുംബമായിട്ട് ഏട്ടൻ ജീവിക്കുന്നത് മാത്രം കണ്ടാൽ മതി എനിക്ക്. നിന്റെ ജീവിതം ഇങ്ങനെ നശിക്കുന്ന കാണാൻ എനിക്ക് വയ്യ ആവണി. നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ അപരിചിതർ പോലെ എത്ര നാൾ കഴിയും? ഒരു കുടുംബം നിനക്കും വേണ്ടേ? എന്നെ കൂടെ വരാൻ നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്ന് സുധീഷിനെ നീ സ്നേഹിക്കണം. അവനോടൊപ്പം സന്തോഷത്തോടെ നീ കഴിയുന്ന കണ്ടാൽ മാത്രമേ ഞാനും മറ്റൊരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കൂ. ഞാൻ ശ്രമിക്കാം ഏട്ടാ, ദുർബലമായ സ്വരത്തിൽ ആവണി പറഞ്ഞു. പറ്റില്ല, എനിക്ക് നീ വാക്ക് തന്നേ പറ്റൂ. അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഒന്നുകിൽ നീ എൻ്റെ ഒപ്പം വരണം. നീ ആഗ്രഹിച്ച സന്തോഷം ഞാൻ നിനക്ക് തരും. മറ്റെല്ലാം മറന്ന് നമുക്ക് പുതിയ ജീവിതം തുടങ്ങാം. അല്ലെങ്കിൽ നീ സുധീഷിനോടൊപ്പം നന്നായിട്ട് ജീവിക്കണം. ഇങ്ങനെ കരഞ്ഞു തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം. ഞാൻ വാക്ക് തരാം. ഏട്ടൻ പറയുന്ന പോലെ ഞാൻ അനുസരിച്ചോളാം. നിനക്ക് എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാം. എന്നും നിന്റെ വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും. ആവണി അവനെ നോക്കി പുഞ്ചിരിച്ചു. നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. എവിടെയായാലും നീ ഹാപ്പി ആയിട്ടിരിക്കണം ആവണി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, പോകാൻ സമയമായി. വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ സുധീഷിനോടൊപ്പം നീ സന്തോഷമായിട്ട് കഴിയുന്ന വാർത്ത കേൾക്കണം എനിക്ക്. അഖിലേഷേട്ടൻ പൊയ്ക്കോളൂ. എന്റെ കാര്യത്ത് വിഷമിക്കേണ്ട. എനിക്കിപ്പോൾ ഒരു സങ്കടമില്ല. എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമുണ്ട്. നെഞ്ചിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ച പോലെയുണ്ട്. മനസ്സിലിങ്ങുമ്പോഴും അവൾ നോക്കി ചിരിച്ചിട്ട് അഖിലേഷ് പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ ആവണിയും അവനെ അനുഗമിച്ചു. ഹാളിൽ നടന്ന സംഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ട് സുരേന്ദ്രൻ സിറ്റ് ഔട്ടിൽ ഉണ്ടായിരുന്നു.